ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷവും ഭാരതവുമായുള്ള തർക്കവും നിരീക്ഷിക്കുന്നുവെന്ന് റഷ്യ. ഭാരതത്തിന്റെ പിന്തുണയോടെ 1971 രൂപീകൃതമായ രാജ്യമാണ് ബംഗ്ലാദേശ്. നിലവിലെ സംഘർഷങ്ങൾ അടിയന്തരമായി ഒഴിവാക്കണമെന്നും റഷ്യൻ അംബാസിഡർ വ്യക്തമാക്കി. അയൽരാജ്യവുമായുള്ള പ്രശ്നം ബന്ധങ്ങളെ വഷളാക്കുമെന്നുമാണ് മുന്നറിയിപ്പ്. അയൽരാജ്യമായ ഭാരതവുമായുള്ള ബന്ധം ഗൗരവത്തോടെ കാണണമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു റഷ്യൻ അംബാസിഡർ നടത്തിയത്. ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കാൻ തന്നെ കാരണം ഭാരതത്തിന്റെ ഇടപെടലാണ്. അന്ന് റഷ്യ കൃത്യമായ പിന്തുണയും ഭാരതത്തിന് നൽകി. ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മ വേണമെന്നും റഷ്യൻ അംബാസിഡർ അലക്സാണ്ടർ ഗ്രിഗറേവിച്ച് ഘോസിൻ മുഹമ്മദ് യൂനുസ് സർക്കാരിനെ ഓർമ്മപ്പെടുത്തി. And of course we share our concern regarding the situation here also. I mean the geopolitical situation. The sooner you reduce the tension, find a way for reducing this tension with India, the better. Because since, as you have already mentioned, historically since 1971, when Bangladesh has gained the independence, mostly because of Indian help as well. And Russia also supported in this regard. And shoulder to shoulder, India, Bangladesh and Russia, we were together. As you remember that we cleared the Varway. That time India helped us a lot in this regard. So my position is that the tensions must be reduced as soon as possible. It is not in the interest of neither India nor Bangladesh. അഫ്ഗാനിസ്ഥാനിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുകയാണ്. ആഭ്യന്തര പ്രശ്നങ്ങളും ഭാരതവുമായുള്ള സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കണമെന്നും റഷ്യൻ അംബാസഡർ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.